എവരിവൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് +2 അക്കൗണ്ടൻസിയുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫോർ പാർട്ട്ണർഷിപ്പ് ബേസിക് കോൺസെപ്റ്റ്സിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ആയിരിക്കും നമ്മൾ എങ്ങനെയാണ് ഈ അക്കൗണ്ട് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Rajan and Sajan are partners in a firm sharing profits and losses in the ratio 2:1. അപ്പോൾ എന്ത് ചെയ്യുക, ഇത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇവരുടെ റേഷ്യോ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും റൗണ്ട് ആക്കിയിട്ടേ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്തൊക്കെ ഇടാം. 2:1 അവർ പ്രോഫിറ്റും ലോസസ് ഒക്കെ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അടുത്ത സെൻറ്റൻസ് നോക്കാം. Their capital balance as on 1/4/2022 was 4 lakh and 3 lakh respectively. അപ്പോൾ അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് രാജൻ്റെ 4 lakhും സാജൻ്റെ 3 lakhുമാണ്. The partnership deed provide that Rajan is to be paid salary of 2,000 per month and Sajan is to get a commission of 10,000 for the year. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ തൊട്ടാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താണ് പറയുന്നത്, രാജന് സാലറി കിട്ടുന്നുണ്ട്. സാലറി കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പെർ മന്ത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പെർ മന്ത്. ഓക്കെ, രാജന് സാലറി കിട്ടുന്നുണ്ട്, പക്ഷേ മാസാമാസമാണ്, പെർ മന്ത് ആണ്. അപ്പം നമ്മൾ ഈ 2,000 ആണോ എഴുതേണ്ടത്? അല്ല, 2,000 അല്ല നമ്മൾ എഴുതേണ്ടത്. 2,000 ഇൻറ്റു എന്ത് ചെയ്യണം, 12 ചെയ്യണം. പെർ മന്ത് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ ഓർപ്പിച്ചോ, സാലറി നമുക്കൊരു 2,000 3,000 അങ്ങനത്തെ ഒരു എമൗണ്ട് ആയിരിക്കും തരുന്നത്. എന്നിട്ട് പെർ മന്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻറ്റു 12 ചെയ്തിട്ട് അപ്പം നമുക്ക് എന്താണോ എമൗണ്ട് കിട്ടുന്നത് ആ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ സാജന് കമ്മീഷൻ കിട്ടുന്നുണ്ട്. Sajan is to get a commission of 10,000 for the year. അത് 10,000 എന്ന് തന്നെ എഴുതിയാൽ മതി. ഒരു വർഷം 10,000 വെച്ചിട്ടാണ് കിട്ടുന്നത്. സാലറി എന്തുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു 12 ചെയ്തത്, പെർ മന്ത് എന്ന് കൊടുത്തിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റു 12 ചെയ്തത് കേട്ടോ. അടുത്തത് നമ്മുടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇസ് ടു ബി അലൗഡ് അറ്റ് 8% പെർ ആനം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരെ ക്യാപിറ്റൽ നേരത്തെ നമ്മൾ വായിച്ചായിരുന്നല്ലോ. ക്യാപിറ്റൽ എത്രയാണ്, 4 ലക്ഷം 3 ലക്ഷം. അപ്പോൾ രാജൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണെന്ന് എഴുതാം, 4 ലക്ഷം ഇൻറ്റു 8% ചെയ്യുക. സാജൻ്റെ ആണെങ്കിൽ 3 ലക്ഷം ഇൻറ്റു 8% ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു എമൗണ്ട് കിട്ടും. അതാണ് നമ്മൾ എഴുതേണ്ടത്. അടുത്തത്, the drawings of Rajan and Sajan for the year were 30,000 and 10,000 respectively. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ശ്രദ്ധിക്കണം. ഡ്രോയിങ്സ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രോയിങ്സ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡ്രോയിങ്സ് എഴുതണം, വേണ്ടേ? അപ്പോൾ ഇതാണ് മിക്ക കുട്ടികളും വരുത്തുന്ന എന്താണ് കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഈ ഡ്രോയിങ്സ് എടുത്ത് എഴുതി വെക്കും. നമുക്ക് ഈ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ സാധനം എവിടെ വേണ്ട, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമുക്ക് ആവശ്യമില്ലാത്തൊരു സാധനമാണ് ഈ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഡ്രോയിങ്സ് തന്നിരിക്കുന്നത്, നമ്മളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മിക്ക കുട്ടികളും എന്ത് ചെയ്യും, ആ ഡ്രോയിങ്സ് ഉണ്ട് എന്നാൽ അത് എടുത്ത് എഴുതി വെക്കുക എന്ന് പറഞ്ഞിട്ട് ഡ്രോയിങ്സ് എഴുതി വെക്കുക. അപ്പോൾ ആൻസർ മൊത്തത്തിൽ തെറ്റിപ്പോവും. അപ്പോൾ ഡ്രോയിങ്സ് വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, ഡ്രോയിങ്സ് എഴുതേണ്ട ആവശ്യമില്ല നമ്മൾ. ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഡ്രോയിങ്സ് എഴുതില്ല. സോ ഈ ഒരു ലൈൻ നിങ്ങൾ ക്വസ്റ്റ്യനിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ വെട്ടിയിട്ടാലും കുഴപ്പമില്ല, കാരണം നമുക്കിവിടെ ആവശ്യമില്ല അത്. ഇനി അടുത്തത് നോക്കാം. ഇൻട്രസ്റ്റ് ഓൺ രാജൻസ് ഡ്രോയിങ്സ് വാസ് ₹750 ആൻഡ് സാജൻസ് ഡ്രോയിങ്സ് 250. അപ്പോൾ എന്താണ്, ഇവിടെ ഡ്രോയിങ്സിന് ശേഷം ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കും ഓക്കെ ഡ്രോയിങ്സ് വേണ്ട, അപ്പം ഇനിയിപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും വേണ്ടായിരിക്കും എന്ന് ഓർക്കും. പക്ഷേ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ എഴുതണം. എവിടെയാണ് എഴുതേണ്ടത്, എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരും. ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എഴുതണം, പക്ഷേ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 750 250 ആണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അടുത്ത കൊടുത്തിട്ടുള്ളത്, ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേം ബിഫോർ മേക്കിംഗ് ദീസ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വാസ്
റുപ്പീസ് 1,82,000 പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ആണ്. അങ്ങനെ നമുക്ക് നെറ്റ് പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എല്ലാ വർഷവും 6 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. എല്ലാ വർഷവും നിങ്ങൾ ഇനിയിപ്പോൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഉണ്ടാവും. സോ ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു ടേബിൾ വരച്ചു വെക്കുക. എന്ത് അക്കൗണ്ട് വരയ്ക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പേര് കൊടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഇപ്പോൾ വേറെ എന്തെങ്കിലും അക്കൗണ്ട് എന്താണ്, ഇപ്പോൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുകയാണ്, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട്, ഇപ്പോൾ ഫിക്സ്ഡ് അക്കൗണ്ട്, അങ്ങനെ എന്ത് അക്കൗണ്ട് ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പേര് കൊടുക്കാനായിട്ട് മറക്കരുത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് കൊടുക്കുക, ഡെബിറ്റും കൊടുക്കുക, ക്രെഡിറ്റും കൊടുക്കുക. ഇത് രണ്ടും, ഇത്രയും കാര്യങ്ങൾ ഒരു അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ പെർട്ടിക്കുലേഴ്സ് എമൗണ്ട് എന്ന് എഴുതിയില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബ്ലാങ്ക് ആയിട്ട് ഇടാവുന്നതാണ്. അങ്ങനെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല അത്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നിങ്ങൾ അക്കൗണ്ടൊക്കെ വരച്ച് സെറ്റാക്കിയെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വെറുതെ കണ്ടുപോകരുത്. പെൻസില്, സ്കെയില്, പേന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ കാൽക്കുലേറ്റർ കയ്യിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ചെയ്ത് പോവാട്ടോ, എന്നാലും നമുക്ക് പഠിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വരച്ച് കഴിഞ്ഞ് ഫസ്റ്റ് തന്നെ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ എന്താണ് നോക്കേണ്ടത്, നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ എഴുതേണ്ടത്. നെറ്റ് പ്രോഫിറ്റ് എത്രയായിരുന്നു നമ്മൾ ക്വസ്റ്റ്യനിൽ വായിച്ചായിരുന്നു? എത്രയായിരുന്നു നെറ്റ് പ്രോഫിറ്റ് പറഞ്ഞിട്ടുള്ളത്? നോക്കാം. The net profit of the firm before making these adjustments was 1,82,000. അപ്പോൾ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനിലും നെറ്റ് പ്രോഫിറ്റ് തരും. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് എവിടെ എഴുതേണ്ടതെന്ന് അറിയോ? നെറ്റ് പ്രോഫിറ്റ് എഴുതുന്നത് ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതിയിട്ട് എമൗണ്ട് കോളത്തിൽ എത്രയാണ് എമൗണ്ട് തന്നിരിക്കുന്നത്, എത്രയാണെന്ന് നോക്കിയേ. 1 lakh ഇവിടെയാണ് കേട്ടോ, അടിയിലാണ് കേട്ടോ. 1,82,000 ആണ് എമൗണ്ട് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, 1,82,000 എന്ന് എഴുതാം. അപ്പം നെറ്റ് പ്രോഫിറ്റ് എഴുതി. ഇനി നമ്മൾ ഓരോന്നായിട്ട് എഴുതാൻ പോവാണ്. ഓക്കെ, എല്ലാവരും നോക്കാം. ഓരോന്നായിട്ട് നമ്മൾ നോക്കാൻ പോവാണ്. ദെയർ ക്യാപിറ്റൽ ബാലൻസ് ഓൺ, ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, നമ്മൾ വായിച്ചതാണ്, പിന്നെ ഞാൻ വായിക്കുന്നില്ല. ക്യാപിറ്റൽ 4 ലക്ഷം 3 ലക്ഷം തന്നിട്ടുണ്ട്. പക്ഷെ ക്യാപിറ്റൽ ഒന്നും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ എഴുതേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് എന്താണ് തന്നിരിക്കുന്നത്? രാജന്റെയും സാജന്റെയും സാലറിയും കമ്മീഷനും തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇനി നമുക്ക് സാലറി എഴുതാം. ഞാൻ പറഞ്ഞു ഇവിടെ ഓർക്കുന്നുണ്ടോ? ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രൊവൈഡ് ദാറ്റ് രാജൻ ഇസ് ടു ബി പെയ്ഡ് സാലറി ഓഫ് 2,000 പെർ മന്ത്. രാജൻ എന്ത് കിട്ടുന്നുണ്ട്? സാലറി കിട്ടുന്നുണ്ട് 2,000. ഓരോ മാസമാണ് 2,000 കിട്ടുന്നത്. അപ്പോൾ 2,000 ഇൻറ്റു 12 ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഈ സാലറി ഒക്കെ എവിടെയാണ് എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ സാലറി എഴുതേണ്ടത് ഡെബിറ്റ് സൈഡിലാണ് കേട്ടോ. ഡെബിറ്റ് സൈഡിലാണ് എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ, രാജൻസ്, ആർക്കാണോ സാലറി കിട്ടുന്നത് അയാളുടെ പേര് എഴുതണം. രാജൻസ് സാലറി എത്രയാണ്? നമ്മൾ എന്ത് ചെയ്യണം? 2,000 എന്നല്ല തന്നിരിക്കുന്നത്. ഈ 2,000 ഇൻറ്റു പെർ മന്ത് എന്ന് കൊടുത്താൽ നമ്മൾ എന്ത് ചെയ്യണം? 12 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 12 മാസമല്ലേ നമുക്കുള്ളത്. എന്നിട്ട് അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക് നോക്കാം. 2,000 ഇൻറ്റു 12 നമുക്ക് എന്ത് കിട്ടും? 24,000 കിട്ടും കേട്ടോ. 24,000 കിട്ടും. അപ്പോൾ അതാണ് രാജൻ്റെ സാലറി. ഡെബിറ്റ് സൈഡിലാട്ടോ എഴുതേണ്ടത്. സാലറി ഒക്കെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് ഇപ്പോൾ സാലറി കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ ഉള്ളത്? സാജൻ്റെ കമ്മീഷൻ ഉണ്ട് അല്ലേ. സാജൻ്റെ കമ്മീഷൻ നമ്മൾ 10,000 എന്ന് തന്നെ എഴുതിയാൽ മതി. വേറെ 12 ഒന്നുമായിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓരോ വർഷമാണ് 10,000 കിട്ടുന്നത്. അപ്പം അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാം? സാജൻസ് കമ്മീഷൻ എന്ന് എഴുതാം. എത്രയാണ് സാജന് കമ്മീഷൻ കിട്ടുന്നത്? 10,000 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് 2 കഴിഞ്ഞു. ഇനി എന്താണ്? ഇനി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. 8% അല്ലേ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 8% ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ചാൽ ഇതും ഡെബിറ്റ് സൈഡിലാട്ടോ എഴുതേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ
ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് എഴുതാം. എന്നിട്ട് രണ്ടുപേരുടെ പേരും എഴുതാം. ആരൊക്കെയുള്ളത്? രാജനുണ്ട്, അതുപോലെ തന്നെ സാജനുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ രാജന്റെ ക്യാപിറ്റൽ എത്രയാ? രാജന്റെ ക്യാപിറ്റൽ എത്രയാ? ദെയർ ക്യാപിറ്റൽ ബാലൻസ് ആസ് ഓൺ 1/4/2022 എത്രയാണ്? 4 ലക്ഷമാണ് രാജന്റെ ക്യാപിറ്റൽ. സാജന്റെ 3 ലക്ഷം. ഇനി ഇവരുടെ ക്യാപിറ്റൽ ഇൻറ്റു എന്ത് ചെയ്യണം? 8% ചെയ്യണം. അതാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. അപ്പം എന്ത് ചെയ്യാം? നമുക്ക് കാൽക്കുലേറ്റർ എടുക്കാം. രാജന്റെ ക്യാപിറ്റൽ 4 ലക്ഷം അല്ലേ? അപ്പം 4 ലക്ഷം ഇൻറ്റു 8% എത്രയാണ്? 32,000. 32,000 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 32,000. ഓക്കെ, ഇനി സാജന്റെ നോക്കാം. സാജന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? 3 ലക്ഷമാണ്. അപ്പം 3 ലക്ഷം ഇൻറ്റു 8% എത്രയാണ്? 24,000 എഴുതാം. 24,000. ഓക്കെ, അപ്പോൾ നമ്മൾ അതും ചെയ്തു. ഇനി അടുത്തത് എന്താണ് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരെ ചെയ്തു അല്ലേ? ഡ്രോയിങ്സ് നിങ്ങൾ എന്താ പറയുക, അറിയാണ്ടൊന്നും ആൻസർ എഴുതുമ്പം ഡ്രോയിങ്സ് ഒന്നും എഴുതി വെക്കരുത്. അത് വെട്ടിയിട്ടാലും കുഴപ്പമില്ല. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുക ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഡ്രോയിങ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ക്വസ്റ്റ്യനിൽ തരുവാണെങ്കിൽ നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അത് ഓർത്ത് വെക്കാം കേട്ടോ. അടുത്തത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ത് ചെയ്യണം? നമ്മൾ എഴുതണം. പക്ഷേ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എവിടെയാണ് എഴുതേണ്ടതെന്ന് അറിയോ? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എവിടെ എഴുതണം? ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് എഴുതാം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് എഴുതാം. എന്നിട്ട് രണ്ടുപേരുടെ പേര് എഴുതാം. ആരാണ്? രാജനുണ്ട്, അതുപോലെ തന്നെ സാജനുണ്ട്. ഓക്കെ, രാജന്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എത്രയാണ്? രാജൻസ് ഡ്രോയിങ്സ് വാസ് 750, സാജന്റെ 250 ആണ്. അപ്പോൾ എത്രയാണ്? 750യും 250യും ആണ് ഇവരുടെ ഡ്രോയിങ്സ് ആയിട്ട് വരുന്നത്. വേറെ എന്തെങ്കിലും ഉണ്ടോ? വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? വേറെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ എഴുതിയതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം കൂടെ ബാലൻസ് ആക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് ലൈൻ വിട്ടിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. എമൗണ്ട് കോളത്തിൽ പോയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരയ്ക്കുക. ഓക്കെ, 2 ലൈൻ വിട്ടിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ബാലൻസ് ആക്കണ്ടേന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമുക്ക് ഇവിടുത്തെ മൊത്തത്തിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ എവിടെയാണ് കൂടുതലെന്ന് മനസ്സിലാവുമല്ലോ. നിങ്ങൾക്ക് ഈ ഒരു കോളം രണ്ടും കാണുമ്പോൾ തന്നെ ഏത് സൈഡിലുള്ള എമൗണ്ട് ആണ് കൂടുതൽ നമുക്ക് മനസ്സിലാവും അല്ലേ? ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട് ആണ് കൂടുതൽ. കാരണം ഇത് ഈ എമൗണ്ടിനെയും ഈ എമൗണ്ടിനെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും ഇവിടെ ആയിരിക്കും കൂടുതലെന്ന്. പക്ഷെ നമുക്ക് രണ്ടും ആഡ് ചെയ്ത് നോക്കാം. ഞാൻ ഫസ്റ്റ് ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് കോളം ആണ് ഫസ്റ്റ് ആഡ് ചെയ്യുന്നത്. എത്രയാണ്? 24,000 പ്ലസ് 10,000 പ്ലസ് 32,000 പ്ലസ് 24,000. അപ്പം എനിക്കിവിടെ 90,000 ആണ് കിട്ടിയത്. ഞാൻ ഇവിടെ ഒരു സൈഡിൽ 90,000 ഇവിടെ നിന്ന് കിട്ടിയ എമൗണ്ട് ഞാൻ 90,000 ആണ് എന്ന് ഞാൻ എഴുതി വെക്കുന്നു. ഇനി അടുത്തത് ഇപ്പുറത്തെ ക്രെഡിറ്റ് സൈഡിൽ എത്ര കിട്ടി നമുക്ക് നോക്കാം. 1,82,000 പ്ലസ് 750 പ്ലസ് 1,82,000 പ്ലസ് 750 പ്ലസ് 250 നമുക്ക് എന്ത് കിട്ടി? 1,83,000 ആണ് നമുക്ക് കിട്ടിയത്. അപ്പം ഈ 1,83,000 ആണോ 90,000 ആണോ വലുത്? 1,83,000 ആണല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എമൗണ്ട് കിട്ടിയത്. ഏറ്റവും കൂടുതൽ എമൗണ്ട് ഏതാണോ അതാണ് നമ്മൾ രണ്ട് സൈഡിലും എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? 1,83,000 കിട്ടി. അത് ഇവിടെ എഴുതാം. 1,83,000 എന്ന് ഇവിടെ എഴുതാം. ഇവിടെയും ആ സെയിം എമൗണ്ട് എഴുതി വെക്കാം. 1,83,000 എന്ന് എഴുതി വെക്കാം. ഇനി ഈ എമൗണ്ടും നമ്മൾ ഇവിടെ ഈ എല്ലാ എമൗണ്ടും നമ്മൾ പ്ലസ് ചെയ്തു. എന്നിട്ട് നമുക്ക് 90,000 കിട്ടി. അപ്പോൾ ഈ 90,000ഉം ഈ എമൗണ്ടും തമ്മിൽ എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്യാം. അതായത് 1,80,000 മൈനസ് എന്ത് ചെയ്യുക? 90,000 ചെയ്യുക.
90,000 എങ്ങനെയാണ് കിട്ടിയത്? ഡെബിറ്റ് സൈഡിലെ എല്ലാ എമൗണ്ടും കൂടെ പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് 90,000 കിട്ടി. 1,83,000 മൈനസ് 90,000 ചെയ്യാം. ഇനി 1,83,000 മൈനസ് 90,000 ചെയ്യാം. എത്ര കിട്ടുന്നത്? 93,000 ആണ് നമുക്ക് ബാലൻസ് ആയിട്ട് കിട്ടുന്നത്. 93,000 നമ്മളിപ്പോൾ ഈ പൊക്കത്ത് എഴുതാം. ഈ പൊക്കത്ത് കൊണ്ടുവന്നിട്ട് 93,000 ഇവിടെയാണ് കേട്ടോ എഴുതേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഈ എമൗണ്ട് 93,000 എന്ന് പറഞ്ഞ ഈ എമൗണ്ട് രാജനും സാജനും നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം? രാജൻസ് ക്യാപിറ്റൽ എന്ന് എഴുതാം. രാജൻസ് ക്യാപിറ്റൽ ഞാൻ ഷോർട്ടായിട്ട് എഴുതുവാണ്. രാജൻസ് ക്യാപിറ്റൽ. അതുപോലെ തന്നെ സാജൻസ് ക്യാപിറ്റൽ എന്ന് എഴുതണം. സാജൻസ് ക്യാപിറ്റൽ. എന്നിട്ട് ഇവരുടെ റേഷ്യോയിൽ ഈ 93,000 ഇവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇവരുടെ റേഷ്യോ എത്രയാണെന്ന് ഓർക്കുന്നുണ്ടോ? ഇവരുടെ റേഷ്യോ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇവരുടെ റേഷ്യോ ഏതാ? 2:1 ആണ് ഇവരുടെ റേഷ്യോ. അപ്പോൾ 2:1 നമ്മൾ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കണം. എങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അറിയാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ അവിടെ പഠിപ്പിച്ചു തരാം. രാജന് കിട്ടുന്നത് എത്രയാണെന്നറിയോ? രാജന് കിട്ടുന്നത് 93,000 ഇൻറ്റു എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഇൻഡേ എന്ന് പറയാം. 93,000 എത്ര ഭാഗമാണ്? 2:1 ആണ് കേട്ടോ ഇവരുടെ. 2:1 ആണ് ഇവരുടെ എന്തെന്ന് പറയുന്നത്? റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2ഉം 1ഉം നമ്മൾ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്യുക. 2ഉം 1ഉം പ്ലസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അപ്പോൾ രാജന് ഇതിൻ്റെ 2 ഭാഗമാണ് രാജന് കിട്ടുന്നത്. അതായത് മൊത്തത്തിൽ എത്രയുണ്ട്? ടോട്ടൽ എത്രയുണ്ട്? 3 ഉണ്ട്. 2 + 1 3 ഉണ്ട്. അപ്പം അതിൽ 2/3 ഭാഗമാണ് 93,000 2/3 ഭാഗമാണ് ആർക്ക് കിട്ടുന്നത്? രാജന് കിട്ടുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യാം? 93,000 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 62,000 ആണ് രാജന് കിട്ടുന്നത്. ഇനി സാജന് എത്ര കിട്ടും? 93,000 എന്ത് കിട്ടും? 1/3 ഭാഗമാണ് കിട്ടുന്നത്. 1 ഏതാ? ടോട്ടൽ എത്രയാണ്? 2 + 1 3. അപ്പോൾ 1/3 ഭാഗമാണ് കിട്ടുന്നത്. 93,000 സോറി തെറ്റിപ്പോയതാണ്. 93,000 ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. എത്രയാണ്? 31,000 കിട്ടും. 31,000 കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നുവാണെങ്കിൽ ഈ രണ്ട് എമൗണ്ട് പ്ലസ് ചെയ്യുമ്പം നമുക്ക് 93,000 കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഉറപ്പ് വരുത്താം. 62,000 പ്ലസ് 31,000 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 93,000 കിട്ടുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇതാണ് ഇവരുടെ രണ്ടുപേരുടെ ഷെയർ. ഇപ്പോൾ രാജൻസ് ക്യാപിറ്റലിൻ്റെ അവിടെ എന്ത് ചെയ്താൽ 62,000 എന്ന് എഴുതാം. സാജൻസ് ക്യാപിറ്റലിൻ്റെ അവിടെ എന്ത് ചെയ്താൽ 31,000 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഒരു പെൻസിലും സ്കെയിലും എടുത്തിട്ട് നല്ല വൃത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇത് അടച്ചു പൂട്ടുക. ഈ ബോക്സൊക്കെ എന്ത് ചെയ്യുക? അടച്ചു പൂട്ടുക. നിങ്ങളുടെ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ ബോക്സ് കാണുമ്പോൾ തന്നെ മിസ്സുമാർക്ക് ഒരു ഇമ്പ്രഷൻ ആവണം. നമ്മളതിൽ വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? ബോക്സൊക്കെ വരച്ച് അത് അടച്ചു പൂട്ടുക. ബാക്കിയുള്ള ലൈൻസൊക്കെ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് മായ്ച്ച് കളയുക. ഓക്കെ, ഇങ്ങനെയാണ് ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ചെയ്യേണ്ടത്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇനിയും പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് രാജൻ്റെയും സാജൻ്റെയും ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് മാർച്ച് 2023 ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് മെയിനായിട്ട് ചോദിക്കാറ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ വേറെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ വേറെ അക്കൗണ്ടിൻ്റെ വേണം, വേറെ അക്കൗണ്ടൻസിയിൽ വേറെ നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കില്ലേ, ക്യാപിറ്റലിൻ്റെ ക്വസ്റ്റ്യൻസ് വേണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് വീഡിയോസ് വേണമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.